വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഏറെ അനുഗ്രഹത്തോടെയും സമാധാനത്തോടെയും പുതിയ ഒരു ദിവസത്തിലേക്ക് നമ്മളെ പ്രവേശിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 32 മുതൽ 34 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ശമൂവേൽ 19 അധ്യായം 40 വാക്യം. രാജാവ് ഗിൽഗാലിൽ ചെന്നു, കിംഹാമും അവനോടുകൂടെ പോയി. ഗിലെയാദിലെ ബർസില്ലായുടെ മകനായിരുന്നു കിംഹാം. പ്രായാധിക്യം ചെന്നവനും മഹാധനവാനുമായിരുന്നു ബർസില്ലായി. ദാവീദിനും കൂടെയുള്ള ജനത്തിനുമായി ബർസില്ലായി ആഹാരപദാർത്ഥങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും നൽകി സഹായിച്ചിരുന്നു. എന്നാൽ അതിന് പ്രത്യുപകാരമായി ദാവീദ് രാജാവ് തന്നോടൊപ്പം യെരുശലേമിലേക്ക് പോരുവാൻ ബർസില്ലായിയെ ക്ഷണിക്കുകയും ചെയ്യുന്നു. അതേസമയം ബർസില്ലായി ആ ക്ഷണം നിരസിക്കുകയും തൻ്റെ മകനായ കിംഹാമിനെ രാജാവിനോടൊപ്പം അയക്കാം എന്ന വാക്ക് നൽകുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് കിംഹാമിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഒന്നാമതായി, പിതാവിനെയും രാജാവിനെയും ബഹുമാനിക്കുന്ന കിംഹാം. അബ്ശാലോമുമായുള്ള സംഘട്ടനത്തിനു ശേഷം യോർദാൻ്റെ കിഴക്കു നിന്ന് യെരുശലേമിലേക്കുള്ള മടക്കയാത്രയിൽ ദാവീദിൻ്റെ സഹായത്തിനായി പിതാവിൻ്റെ ആഗ്രഹപ്രകാരം പോയ വ്യക്തിയായിരുന്നു കിംഹാം. പിതാവിനെ ബഹുമാനിക്കുകയും പിതാവിൻ്റെ ആഗ്രഹം ശിരസാ വഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു കിംഹാം. താൻ വൃദ്ധനാണ്, അതിനാൽ എൻ്റെ പട്ടണത്തിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കല്ലറയുടെ അടുക്കൽ വെച്ച് മരിക്കേണ്ടതിന് അടിയൻ വിട കൊള്ളട്ടെ എന്ന് ബർസില്ലായി ദാവീദ് രാജാവിനോട് പറയുമ്പോൾ പിതാവിൻ്റെ വാക്കുകൾ അനുസരിക്കുവാൻ കിംഹാം താൽപ്പര്യം കാണിക്കുന്നു. അത്തരത്തിൽ വാർദ്ധക്യ പിതാവിനെയും രാജാവിനെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് കിംഹാമിനെ കാണുവാൻ സാധിക്കുന്നു. രണ്ടാമതായി, രാജപ്രീതിക്ക് അർഹനാകുന്ന കിംഹാം. പിതാവായ ബർസില്ലായിയുടെ ആഗ്രഹപ്രകാരവും കിംഹാമിൻ്റെ സ്വഭാവ ശ്രേഷ്ഠത കാരണവും രാജപ്രീതി നേടിയെടുക്കുന്ന കിംഹാമിനെയാണ് നാം തുടർന്ന് കാണുന്നത്. അങ്ങനെ കിംഹാമും രാജാവിനോടൊപ്പം യെരുശലേമിലേക്ക് യാത്രയാകുന്നു. തുടർന്ന് രാജാവായ ദാവീദ് തൻ്റെ മകനായ ശലോമോനോട് ഇപ്രകാരം പറയുന്നു: ഗിലെയാദ്യനായ ബർസില്ലായുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. അവർ നിന്റെ മേശയിങ്കൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ. നിന്റെ സഹോദരനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ഓടിപ്പോകുമ്പോൾ അവർ അങ്ങനെ തന്നെ എന്നോടും പെരുമാറി. ഇപ്രകാരം കിംഹാമിനോടും ബർസില്ലായുടെ കുടുംബത്തെ ആകമാനം സംരക്ഷിക്കണം എന്ന് ദാവീദ് തൻ്റെ മകനോട് പറയുന്നുണ്ട്. ഇപ്രകാരം ദൈവകൃപ നമുക്കും നമ്മുടെ കുടുംബത്തിനും ആവോളം ലഭിക്കേണ്ടതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കിംഹാമിനെ പോലെ മുതിർന്നവരെ ബഹുമാനിപ്പാനും സേവിപ്പാനും ഞങ്ങളെ ഇടയാക്കണമേ. അതിലൂടെ അനവരതമായ ദൈവകൃപയ്ക്ക് ഓഹരിക്കാരാകുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.